പിണറായിയുടെ പക വളരെ പ്രസിദ്ധമാണ്. ഞാനിത് പറയാനൊരു കാരണമുണ്ട്. വിവിധ കേസുകളിൽപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡിൽ ജയിലിലേക്ക് പോയി പിന്നീട് ജാമ്യം കിട്ടി ഇപ്പോൾ പുറത്ത് കഴിയുന്ന ഒരു നേതാവാണ് പി സി ജോർജ്. ഇപ്പോൾ അദ്ദേഹം BJP യില്ല. ഇപ്പോഴത്തെ പി സി ജോർജിൻ്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ കോടതിയിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പിണറായി പക എന്ന് ഞാൻ പറഞ്ഞത്. എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പി സി ജോർജിനെ വേട്ടയാടാൻ തന്നെയാണോ സർക്കാരിൻ്റെ തീരുമാനം? അല്ല, അത് പകയാണോ മരുമകനോടുള്ള സ്നേഹമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോഴുള്ള നമുക്കറിയാമല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച കേരളം മുഴുവൻ ഈ ചാര വനിതയുമായി ബന്ധപ്പെട്ടാണ്. റിയാസും ചാര വനിതയും തമ്മിലുള്ള ബന്ധം എന്താണ്, ആ 75 ലക്ഷം രൂപ എങ്ങോട്ട് പോയി, ആരാണ് ഈ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് ക്ഷണിക്കുകയും അതിനെക്കുറിച്ചുള്ള ധാരണ ഈ റിയാസിന് ടൂറിസം വകുപ്പ് മന്ത്രിക്ക് ഉണ്ടായിരുന്നു എന്ന രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ആ വിഷയം ഒന്ന് മാറ്റുക. നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്, മുൻകാലങ്ങളിലെല്ലാം ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങൾ മുഴുവൻ പി സി ജോർജിനുമായി ബന്ധപ്പെട്ട് പോവുകയാണ്. പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുക, പിന്നീട് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുന്ന അടക്കമുള്ള എല്ലാ ലൈവുകളായി നൽകുന്നു. അതായിരുന്നു വലിയ ചർച്ചാ വിഷയം. കാരണം കേരള സമൂഹത്തെ വിഷം കലർത്താനായി ഈ പി സി ജോർജ് ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അത് കൃത്യമായി തന്നെ വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമമാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് പി സി ജോർജും അദ്ദേഹത്തിൻ്റെ മകനുൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള സമരമാണ് നടക്കുന്നത്. അതിന് ഏറ്റവും അവസാനം നമുക്ക് കണ്ടാൽ മനസ്സിലാകും, രാജീവ് ചന്ദ്രശേഖർ കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുകയും ആ പ്രതിഷേധ മാർച്ചിൽ DYFI നേതാക്കളെയും അതോടൊപ്പം തന്നെ പോലീസിനെയും വെല്ലുവിളിച്ച് സംസാരിക്കാൻ ചിലപ്പോൾ രാജീവിനേക്കാൾ മികച്ച രീതിയിൽ എന്താണ് BJPയുടെ അജണ്ട, എന്താണ് BJP ഉദ്ദേശിക്കുന്നതെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ, പ്രവർത്തകരിലേക്ക് എത്തിക്കാൻ ഈ പി സി ജോർജിന് കഴിയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ മകന് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ വേട്ടയാടുക. ഇപ്പോൾ അറിയാമല്ലോ, ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഈ സമരത്തിന് എത്ര സ്ഥലങ്ങളിൽ നാം കണ്ടു. BJP 30 ജില്ലാ കേന്ദ്രങ്ങളിലും വലിയ രീതിയിലുള്ള അവരുടെ ജില്ലാ കേന്ദ്രങ്ങൾ വലിയ രീതിയിലുള്ള മാർച്ച് വെച്ചു. പക്ഷെ കോൺഗ്രസ് മൗനത്തിലാണ്. അവിടെ കൃത്യമായി തന്നെ സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ് ആണ്. യൂത്ത് കോൺഗ്രസ് സമരം ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ ഈ മുതിർന്ന നേതാക്കൾ ചാണ്ടി ഉമ്മനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം ഷോ കാണിക്കരുത്, കാരണം കോട്ടയം മെഡിക്കൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും നമ്മളത് കണ്ടതാണ്. ഈ മുതിർന്ന നേതാക്കളുടെ ഒരു തരം കെറുവിപ്പ് അല്ലെങ്കിൽ ഒരു അസൂയ അതിനകത്ത് ഉണ്ട്. ഈ കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അന്ന് കൃത്യമായി തന്നെ എന്താണ് പ്രതിപക്ഷ പാർട്ടികൾ ചെയ്യേണ്ടത്, പ്രതിപക്ഷത്തെ ഒരു MLA ചെയ്യേണ്ടത്, അതാണ് അദ്ദേഹം അവിടെ കോട്ടയത്ത് കൃത്യമായി നടപ്പിലാക്കിയത്. പക്ഷെ അത് പറയുകയാണ്, അത് അവിടെ MLA എത്തിയത് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കി, അദ്ദേഹം ആംബുലൻസ് തടയുന്നു. ആ രീതിയിലല്ല. അതിനേക്കാൾ അതിൽ കള്ളം പ്രചരിപ്പിച്ചത് വീണ ജോർജ് അടക്കമുള്ള, വാസവൻ അടക്കമുള്ള മന്ത്രിമാരാണ്. അവരെ വിമർശിക്കാതെ സ്വന്തം പാർട്ടിയിലെ MLA തന്നെയാണ് ഇവർ വിമർശിക്കുന്നത്. ആ രീതിയിലാണ് കോൺഗ്രസ് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്പേസിലേക്ക് കൃത്യമായി വളർന്നു കയറാൻ BJP ശ്രമിക്കുന്നു. അതിനെ ഏറ്റവും മുന്നിൽ നയിക്കുന്നത് ഷോൺ ജോർജ് അടക്കമുള്ള, പി സി ജോർജ് അടക്കമുള്ള നേതാക്കളാണ്. ഷോൺ ജോർജ് അറിയാം, കോട്ടയം ജില്ലയിലെ തന്നെ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ്. അത് BJPയുടെ നേതാവ് മാത്രമല്ല, ഒരു ജനപ്രതിനിധി കൂടി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് കോട്ടയം അടക്കമുള്ള ഇടുക്കി, പിന്നീട് പത്തനംതിട്ട ജില്ലകളിലെല്ലാം മലയോര മേഖലയിൽ വളരെ ശക്തമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന നേതാക്കളാണ് ഈ പി സി ജോർജും മകൻ ഷോൺ ജോർജും. അതുകൊണ്ട് തന്നെയാണ് അവരെ ഒതുക്കുക എന്നത് പിണറായിയുടെ അജണ്ടയാണ്. അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ, പിണറായിക്കെതിരെ സംസാരിക്കുന്നവരെ തേടി വേട്ടയാടി അവരെ ഒതുക്കുന്ന ഒരു പരിപാടി നാം പല ഘട്ടങ്ങളിലും കണ്ടിട്ടുണ്ട്. വേട്ടയാടി അവരെ നശിപ്പിക്കുക, അതാണ് അതിൻ്റെ ഒരു തുടർച്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. പി സി ജോർജിന് നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പോലും പരിഗണിക്കാതെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ചകൾ നാം കണ്ടിട്ടുണ്ട്. പിന്നീട് അവസാന ഘട്ടം അവസാനം ഒരു വിവാദം ഉണ്ടായിട്ടുണ്ടല്ലോ. അവസാനം ഒരു വിവാദം ഉണ്ടായപ്പോൾ രാവിലെ 7 മണിക്ക് പോലീസ് വന്ന് നിൽക്കുകയാണ് വീട്ടിന് മുന്നിൽ. പിന്നീട് അദ്ദേഹം കോടതിയിലാണ് ഹാജരായത്. ആ രീതിയിലാണ് ഒരു ഭീകരവാദിയെ പിടികൂടാൻ എത്തും പോലെയാണ് ഇത്രയും വർഷങ്ങളുടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള എത്ര തവണ അദ്ദേഹം ആ നേതാവിനെ ഇങ്ങനെ കള്ളനെ പിടികൂടും പോലെ രാവിലെ വീട്ടിൽ വന്ന് പിടികൂടാൻ, കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ, തീവ്രവാദി അറസ്റ്റ് ചെയ്യുന്നത് പോലെയൊക്കെയാണ് ഈ പിണറായി വിജയന്റെ പോലീസ് പി സി ജോർജിനെ വേട്ടയാടുന്നത്. ആ രീതിയിലേക്ക് നാം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാന പാർട്ടി CPM അതോടൊപ്പം തന്നെ മന്ത്രിസഭയും ചെയ്യാൻ പോകുന്ന കാര്യം പി സി ജോർജിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കോടതിയിലേക്ക് പോയിരിക്കുന്നത്. അത് നമുക്കറിയാം, ഒരു
ഒരു സ്വകാര്യ ചാനലിലെ ചർച്ചയ്ക്കിടയിൽ ഇദ്ദേഹം ചില വിവാദ പരാമർശങ്ങൾ നടത്തിയിരുന്നു. വിവാദ പരാമർശങ്ങൾ ആരാണ് നടത്താത്തത്? അങ്ങനെയാണെങ്കിൽ ഈ CPM-ന്റെ ഒരു നേതാവുണ്ടല്ലോ, MM മണി, അദ്ദേഹത്തിന് ജയിലിൽ തന്നെ ഒരു വീട് പണിത് കൊടുക്കേണ്ടി വരും. അദ്ദേഹം ഓരോ പ്രസംഗങ്ങളിലും പറയുന്ന കാര്യങ്ങൾ, അതെ, ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മറ്റൊരു നേതാവ് ഇറങ്ങിയിട്ടുണ്ട്. വെടിവെച്ചു കൊന്നു, കുത്തിക്കൊന്നു, തല്ലിക്കൊന്നു. ഈ ചിലപ്പോൾ പ്രത്യേകിച്ചല്ലേ എല്ലാ MLA-മാർക്കും വരാൻ എളുപ്പം പൂജപ്പുരയാണ്. പൂജപ്പുരയിൽ ഒരു 2 മുറി ആവശ്യമുണ്ട്. ഒന്ന് ഈ MM മണിക്കും പിന്നീടുള്ള ഒരു നേതാവ് സജി ചെറിയാനാണ്. ഈ ഭരണഘടന മാത്രമല്ല, ഇത് മാധ്യമങ്ങൾ പിന്നെ അത് കാര്യമാക്കാത്തതാണ്. ഇദ്ദേഹത്തിന്റെ ഒരു 2 പ്രസംഗം എടുത്താൽ ഒരു പ്രസംഗം വിവാദമാക്കാനുള്ള വകുപ്പ് അതിലുണ്ട്. ഭരണഘടന അദ്ദേഹത്തിന് പുച്ഛമാണ്, അദ്ദേഹത്തിന് എല്ലാത്തിനും പുച്ഛമാണ്, അദ്ദേഹമാണ് എല്ലാം തികഞ്ഞത്. ഈ മൂലധനം അനുസരിച്ചാണല്ലോ, മാർക്സിന്റെ മൂലധനം അനുസരിച്ചാണ് ഈ പാർട്ടി പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇനി മൂലധനത്തിൽ തന്നെ മാറ്റം വരുത്താൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഈ സജി ചെറിയാൻ. ആ രീതിയിലാണ്. കാരണം അംബേദ്കർ പോലും പരാജയപ്പെടുകയാണ്. ഭരണഘടന പുതിയ വ്യാഖ്യാനങ്ങളാണ്. അംബേദ്കർ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഒരു പക്ഷെ ആത്മഹത്യ ചെയ്തേനെ. ഇങ്ങനെയൊക്കെ എന്റെ ഭരണം, ഞാൻ എഴുതിയ ഭരണഘടന ഇങ്ങനെയൊക്കെ. ചില ഈ കണ്ടിട്ടുണ്ടല്ലോ, രാമായണം, മഹാഭാരതം, പിന്നീട് പ്രസിദ്ധമായ നോവലുകളെല്ലാം വ്യാഖ്യാനിച്ച് സ്വന്തം രീതിയിൽ എഴുതുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? അതേ രീതിയിൽ എനിക്ക് തോന്നുന്നു ആ സ്വരാജിന്റെ അവാർഡ് അവാർഡ് വാങ്ങാൻ ഏറ്റവും യോഗ്യൻ കാരണം സജി ചെറിയാനാണെന്ന് തോന്നുന്നു. അദ്ദേഹം സാമൂഹ്യപരമായി സാഹിത്യപരമായി അറിവുള്ള മനുഷ്യൻ. ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട് നാം പല തവണ കണ്ടിട്ടില്ല. വിവാദമുണ്ടാകുമ്പോൾ അദ്ദേഹം വ്യാഖ്യാനിക്കും അതിനെല്ലാം. മുകേഷിനെയിൽ അദ്ദേഹം വ്യാഖ്യാനിച്ചത് നാം കണ്ടിട്ടുണ്ട്. പീഡന കേസുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ മുകേഷിനെയിൽ അങ്ങ് വെള്ളപൂശാൻ ഇദ്ദേഹത്തെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിന് 2 മുറി എന്തായാലും പൂജപ്പുര സെൻട്രൽ ജയിലിൽ ആവശ്യമുണ്ട്. അത് ഇവർക്ക് വേണ്ടിയാണ്. പക്ഷെ മറ്റുള്ളവരെ തേടി പിടിച്ച് വേട്ടയാടുകയാണ്. അവർ വാ തുറന്നാൽ തന്നെ കേസ്. PC ജോർജിനെതിരെ നിരന്തരം കേസാണ്. ആ കേസിൽ കോടതിയാണ് അദ്ദേഹത്തെ പലതവണ രക്ഷപ്പെടുത്തുന്നത്. ഇന്ത്യൻ ഭരണഘടന എന്താണ് പറയുന്നത് അത് നടപ്പിലാക്കാനുള്ള ശക്തി ഇപ്പോഴും കോടതിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സർക്കാരിന്റെ ഈ രാഷ്ട്രീയ കളികൾ കോടതികൾ തിരിച്ചറിയുകയും ഇദ്ദേഹത്തെ പലതവണ രക്ഷപ്പെടുത്തുന്നതും ശക്തമായി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നത്. ഇപ്പോൾ അതിനെതിരെയാണ് ഈ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പോയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ മറ്റൊരു കാര്യം കൂടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അടിയന്തരാവസ്ഥ വാർഷിക ദിനവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം മറ്റൊരു വിവാദ പരാമർശം നടത്തിയെന്ന് പറയുന്നുണ്ട്. അന്ന് മുഖ്യമന്ത്രിയെ PC ജോർജ് വെല്ലുവിളിച്ചതായും ഈ മുസ്ലിം ജനസമൂഹത്തിനെതിരെ അദ്ദേഹം സംസാരിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം തന്നെ നമുക്ക് നോക്കിയല്ല അറിയാം. ഈടക്കാലത്ത് ഈരാറ്റുപേട്ട നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഓരോ മുസ്ലിങ്ങൾക്കിടയിലും വലിയ സ്വാധീനമുള്ള ഒരു നേതാവായിരുന്നു PC ജോർജ്. അദ്ദേഹത്തിനെതിരെ ഒരു കാലത്ത് അദ്ദേഹത്തിനെതിരെ അന്ന് ശബരിമല പ്രക്ഷോഭം ഉണ്ടായപ്പോൾ അദ്ദേഹം ശബരിമല ഹൈന്ദവരോടൊപ്പം നിന്നു എന്ന് പറയുന്നതാണ് ഈരാറ്റുപേട്ടിലെ ജനങ്ങൾക്ക് പ്രശ്നം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയുകയാണ് എന്റെ നിലപാട് ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ നിൽക്കുമെന്ന് പറഞ്ഞ് അഭിമാനത്തോടെ പരാജയപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹത്തെ ബഹുമാനിക്കാനുള്ള സർക്കാരാണ് വേട്ടയാടുന്നത്. ഈ മന്ത്രിമാരുടെ ഭാഗത്ത് നിന്നല്ല എന്തെല്ലാം വിവാദ പരാമർശം ഉണ്ടാകുന്നു. അവർക്കെതിരെ കേസെടുക്കാതെയാണ് എന്തായാലും PC ജോർജിനെ വേട്ടയാടുന്നത്. PC ജോർജിനെ നമുക്കറിയാം, PC ജോർജിനെ വേട്ടയാടുകയാണെങ്കിൽ അദ്ദേഹം കൂടുതൽ ശക്തിയോടുകൂടിയാണ് തിരിച്ചു വരുന്ന കാഴ്ചയാണ് പലതവണ നാം കണ്ടിട്ടുണ്ട്. ചാരത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഫീനിക്സ് പക്ഷി എന്നൊക്കെയുള്ള പ്രയോഗം PC ജോർജിന്റെ കാര്യത്തിൽ വളരെ പണ്ട് കാലത്ത് ഈ CPM വേട്ടയാടിയാൽ മറ്റൊരു കാര്യമുണ്ടല്ലോ, ഈ PC ജോർജിനെ വേട്ടയാടാൻ ഇറങ്ങി തിരിച്ചപ്പോഴാണ് ഷോൺ ജോർജ് ഇറങ്ങി ഈ പിണറായിക്ക് സ്വസ്ഥതയില്ലാതെ അല്ലെ മകളെ സംരക്ഷിക്കേണ്ട പരാതി കൊടുക്കുകയൊക്കെ ചെയ്തത്, മകളെ സംരക്ഷിക്കേണ്ട ഗതികേടിലേക്ക് മാറിയത്. വീണ്ടും അദ്ദേഹം അതിനു വേണ്ടിയുള്ള ഒരു പുറപ്പാടോ ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.